ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സീ കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന 7 സീരിയൽസും നേടിയിരിക്കുന്ന TRP റേറ്റിംഗും അവയുടെ പൊസിഷൻസുമാണ്. മൊത്തത്തിൽ 24ാം വീക്ക് സീ കേരളത്തിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു വീക്ക് തന്നെയായിരുന്നു. സംരക്ഷണം ചെയ്യുന്നതിൽ അധിക പരമ്പരകൾക്കും റേറ്റിംഗ് ഉയർത്താൻ സാധിച്ചിട്ടുള്ളൊരു വീക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സീ കേരളത്തിൻ്റെ റേറ്റിംഗും ഉയർന്നിട്ടുണ്ട്. സീ കേരളം ഈ ആഴ്ച നേടിയിരിക്കുന്ന GRP പോയിൻറ്റ് 153 പോയിൻ്റാണ്. നമുക്ക് നോക്കാം പരമ്പരകളും അവ നേടിയിരിക്കുന്ന TRP റേറ്റിംഗും. ഈ ആഴ്ചയും 7ാം സ്ഥാനത്ത് തുടരുന്നത് അവൾ അരുന്ധതിയാണ്. അവൾ അരുന്ധതി നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 0.76 ആണ്. കഴിഞ്ഞ വീക്കിൽ ഇത് 0.93 ആയിരുന്നു. അതായത് ഈ ആഴ്ച 0.17ൻ്റെ റേറ്റിംഗ് താഴ്ചയാണ് നേടിയിട്ടുള്ളത്. 6ാം സ്ഥാനത്തുള്ളത് മാംഗല്യമാണ്. മാംഗല്യം നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 1.25 കഴിഞ്ഞ വീക്കിൽ ഇത് 1.34 ആയിരുന്നു. അതായത് 0.09ൻ്റെ റേറ്റിംഗ് താഴ്ച മാംഗല്യത്തിനും സംഭവിച്ചിട്ടുണ്ട്. 5ാം സ്ഥാനത്തുള്ളത് സ്നേഹപൂർവ്വം ശ്യാമയാണ്. സ്നേഹപൂർവ്വം ശ്യാമ നേടിയിരിക്കുന്നത് 2.18 കഴിഞ്ഞ വീക്കിൽ ഇത് 1.96 ആയിരുന്നു. അതായത് 0.22ൻ്റെ റേറ്റിംഗ് ഉയർച്ച നേടിയിട്ടുണ്ടെങ്കിലും പൊസിഷനിലൊന്ന് പിന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ആഴ്ച 5ാം സ്ഥാനത്ത്. 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അഖിലയാണ്. അഖില നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 2.19 കഴിഞ്ഞ വീക്കിൽ ഇത് 1.94 ആയിരുന്നു. അതായത് ഈ ആഴ്ച 0.25ൻ്റെ അധികം റേറ്റിംഗ് നേടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒരു പൊസിഷനും മെച്ചപ്പെടുത്തി 4ാം സ്ഥാനത്തെത്തി. 3ാം സ്ഥാനത്തുള്ളത് മാനത്തെ കൊട്ടാരം. മാനത്തെ കൊട്ടാരം നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 2.38 കഴിഞ്ഞ വീക്കിൽ ഇത് 2.21 ആയിരുന്നു. അതായത് ഈ ആഴ്ച 0.17ൻ്റെ അധികം റേറ്റിംഗ് നേടാൻ സാധിച്ചിട്ടുണ്ട്. 2ാം സ്ഥാനത്തുള്ളത് മധുര നൊമ്പരക്കാറ്റാണ്. നേടിയിരിക്കുന്നത് 2.57 കഴിഞ്ഞ വീക്കിൽ ഇത് 2.32 ആയിരുന്നു. അതായത് മധുര നൊമ്പരക്കാറ്റിനും 0.25ൻ്റെ അധികം റേറ്റിംഗ് നേടാൻ സാധിച്ചിട്ടുണ്ട്. 1ാം സ്ഥാനത്തുള്ളത് കുടുംബശ്രീ ശാരദ തന്നെ. കുടുംബശ്രീ ശാരദ ഈ ആഴ്ച നേടിയിരിക്കുന്ന TRP റേറ്റിംഗ് 3.02 കഴിഞ്ഞ വീക്കിൽ ഇത് 2.62 ആയിരുന്നു. അതായത് 0.4ൻ്റെ അധികം റേറ്റിംഗ് ഈ ആഴ്ച നേടാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപരമ്പര ഏതെന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ചാനലിൻ്റെ സീരിയൽ വിശേഷങ്ങളുമായി ഉടൻ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു.